ഡൽഹിയിൽ ഇപ്പോൾ പാറ്റ പ്രവർത്തകർ വലിയ രീതിയിലുള്ള കലാപങ്ങൾ നടത്തുമ്പോൾ ഇവർക്ക് ഫണ്ട് എവിടെ നിന്നാണ് വരുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത്. ബംഗ്ലാദേശിലും നേപ്പാളിൽ നിന്നടക്കം വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഇവർക്ക് ഫണ്ടുകൾ എത്തുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കൂടാതെ ബംഗ്ലാദേശിൽ നിന്ന് പോലും ഈ പാറ്റ പ്രവർത്തകർക്ക് ഫുഡുകൾ ഓർഡർ ചെയ്യുന്നു. ഒമാനിൽ നിന്ന് പോലും ഫുഡുകൾ ഓർഡർ ലഭിക്കുന്നുണ്ട് എന്നാണ് ഈ ഡെലിവറി ബോയ്സുകൾ തന്നെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറയുന്നത്. അതായത് ഇവർക്ക് ഇതിന്റെ പിന്നിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഗൂഢ സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ഒരു കലാപം തന്നെ സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. CJP സമരത്തിൽ വിദേശ ഫണ്ട് എത്തുന്നു എന്ന ആരോപണത്തിൽ NIAയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദില്ലി ഹൈക്കോടതി ഹർജി നാളെ പരിഗണിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തുടക്കം മുതൽ തന്നെ ഇവർക്ക് ഫണ്ടുകൾ എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഇവർക്ക് ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട്. ഒരു അങ്ങനത്തെ ചില തെളിവുകൾ കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്, രഹസ്യാന്വേഷണ വിഭാഗത്തിനടക്കം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ NIAയുടെ അന്വേഷണത്തിലേക്ക് പോകാനുള്ള ഈ പാറ്റ പ്രവർത്തകരുടെ ഇവരുടെ പശ്ചാത്തലം മുഴുവനായിട്ട് പരിശോധിക്കാനുള്ള ഒരു നടപടികൾ ഇപ്പോൾ തന്നെ അനൗദ്യോഗികമായി തന്നെ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. 34 ദിവസം പിന്നിട്ട CJP സമരവേദിയിലേക്ക് രാവും പകലുമില്ലാതെ യുവാക്കൾ ഒഴുകിയെത്തുകയാണ്. നിലവിലെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് വിധം ജനക്കൂട്ടം എത്തുന്നതോടെയാണ് അധിക സേന വിന്യാസം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് നേപ്പാളിൽ നിന്നടക്കം കേരളത്തിൽ നിന്നടക്കം ഈ ജെൻസി കുട്ടികൾ ട്രെയിൻ പിടിച്ച് നേരെ ഡൽഹിയിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തിനാണ് സമരം എന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരിന് നേരെ എന്ത് കാര്യമാണെന്ന് ചോദിച്ചാൽ അത് അവർക്കറിയില്ല. അവിടെ സമരം, ഡൽഹിയിൽ സമരം നടക്കുന്നു, അതുകൊണ്ട് നമ്മൾ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. രാത്രിയിൽ പലയിടങ്ങളിലും പോലീസും സമരക്കാരും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത് ഒരു പതിവായി മാറിയിരിക്കുന്നു. 30 കമ്പനി കേന്ദ്ര സേനയാണ് കേന്ദ്രം അധികമായി തന്നെ വിന്യസിച്ചിട്ടുള്ളത്. 2 ദിവസത്തിന് മുമ്പേ, അതായത് ഇന്നലോടുകൂടി 20 കമ്പനി CRPF പശ്ചിമ ബംഗാളിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി 30 കമ്പനി കേന്ദ്ര സേനയും കൂടി എത്തുന്നതോടുകൂടി ഡൽഹിയിലെ സുരക്ഷ മുഴുവനായിട്ട് കേന്ദ്ര സേന ഏറ്റെടുക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഡൽഹി എന്ന് പറഞ്ഞാൽ ഹൈ റിസ്കിലുള്ള ഒരു സംസ്ഥാനമാണ്. അതായത് അവിടെ പ്രധാനമന്ത്രിയുടെ വസതി, രാഷ്ട്രപതിയുടെ വസതി, ഇന്ത്യ പാർലമെന്റ് അടക്കം ഒട്ടേറെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ചില സ്ഥലങ്ങൾ ഡൽഹിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഹൈ അലേർട്ടാണ് ഡൽഹിയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു സമരം, അതൊരു വിദേശ ഫണ്ടിങ് സമരമാണ്, ഒരു കലാപത്തിനുള്ള ഒരു സമരമാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സേന തന്നെ ഇറക്കി ഈ സമരത്തിനെ തടയാൻ ഉള്ള ഒരു നീക്കം ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് വിമാനമാർഗമാണ് ഇപ്പോൾ കേന്ദ്ര സേനയെ ഡൽഹിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിന്റെ സ്ഥിതിഗതികൾ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകെയുള്ള 30 കമ്പനിയിൽ 18 കമ്പനി CRPF-ഉം 6 കമ്പനി RAF-ഉമാണ്. കൂടാതെ 3 കമ്പനി BSF-ഉം 2 കമ്പനി SSB-യും 1 കമ്പനി ITBP ജവാന്മാരുമാണ് ഉള്ളത്. ഇതോടെ പ്രതിരോധം നേരിടാൻ ആകെ 45 കമ്പനിയെ ദില്ലിയിൽ എത്തിച്ചിട്ടുണ്ട്. അതേസമയം സംഘർഷത്തിൽ പരിക്കേറ്റ ഛത്രപൂർ സ്വദേശി സാക്ഷിയുടെ നില ഇപ്പോഴും അതിഗുരുതരമാണ്. ഇവരുടെ കുടുംബം ഇപ്പോഴും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. പെൺകുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചാൽ കർശനമായ നടപടിയെടുക്കുമെന്ന് ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട്.